2024 ചിങ്ങം രാശി ചിങ്ങം ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. 2024 ചിങ്ങം രാശി ചിങ്ങം ലഗ്നക്കാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ആകസ്മികമായിട്ട് ചില ലാഭങ്ങൾ വന്നു ചേരുന്നതാണ്. പിതൃ സ്വത്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത് സംബന്ധിച്ചിട്ടുള്ള ചില കലഹങ്ങളും തർക്കങ്ങളും പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള ചില വിവാദങ്ങളും വന്നു ചേരാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു വർഷത്തിൽ ഒരുപാട് എടുത്തു ചാടി അല്ലെങ്കിൽ ചിന്തിക്കാതെ ജോലി മാറുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതിനെ പറ്റി, കർമ്മക്ഷേത്രത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്നായി ആലോചിച്ച ശേഷം നല്ലൊരു അഡ്വൈസൊക്കെ എടുത്ത ശേഷം അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങൾക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും അതുപോലെ പലതരത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം സമയങ്ങളും വന്നു ചേരുന്നുണ്ട്. ധനപരമായിട്ട് നഷ്ടങ്ങളില്ലാത്ത വർഷമാണ്. ധനലാഭം ഉണ്ടാകുമെങ്കിലും അതുപോലെ ചിലവുകൾ കൂടി കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. അത് ആശുപത്രി ചിലവുകളാണെങ്കിലും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളാണെങ്കിലും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിൽ പോലും ഭൂമി, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളിലാണെങ്കിലും ആ ഒരു കയ്യിൽ നിൽക്കാതെ മറ്റു പല ഭാഗങ്ങളിലേക്കും അത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ദശാകാലങ്ങളാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറുമോ അത് പാഴ്ചിലവായിട്ട് മാറുമോ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ദശാകാലങ്ങളാണ്. ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള സമയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ എടുത്തു ചാടി ഈഗോ ക്ലാഷസ് മൂലം ജോലി ഉപേക്ഷിക്കാനോ ഒന്നും പറ്റിയ ഒരു സമയമല്ല. ഈ ഒരു സമയത്ത് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലവുകൾ കൂടുന്നതും ജോലിയിൽ അസ്ഥിരത വന്നു ചേരുന്നതും ആയിട്ടുള്ള സമയമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനായിട്ടുള്ള സമയങ്ങൾ വർഷാരംഭത്തിൽ തന്നെ വന്നു ചേരുന്നുണ്ട്. ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതകളും വന്നു ചേരുന്നുണ്ട്. ചിങ്ങം രാശി ചിങ്ങം ലഗ്നക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അശ്രദ്ധ മൂലം, നിങ്ങളുടെ ഈഗോ മൂലം നിങ്ങൾക്കുള്ള പല അവസരങ്ങൾ, അംഗീകാരങ്ങൾ, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായി പറഞ്ഞു വച്ചിട്ടുള്ള ചില പ്രോജക്ട്സ്, ചില അസൈൻമെൻറ്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതിനൊരു കാരണം എന്നത് നിങ്ങളുടെ ഈഗോയും അശ്രദ്ധയുമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വർഷം എന്നത് അഹംഭാവം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഹാദേവനെ ആരാധിക്കുക എന്നാണ് അഹംഭാവം നഷ്ടപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്നത്. ഈ ഒരു വർഷം പല പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, ദീർഘകാലമായിട്ട് പറഞ്ഞു പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, അതുപോലെ കുടുംബത്തിൽ നിന്ന് അകന്ന് ഇരിക്കേണ്ടുന്ന ഒരവസ്ഥ. അതുമാത്രമല്ല നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ചില ആൾക്കാർ ജീവിതത്തിലേക്ക് വരുന്ന സമയമായിരിക്കും ഇത്. അതായത് കേതുവിൻ്റെ ഒരു പൊസിഷൻ പറയുന്നത് കഴിഞ്ഞു പോയ ജന്മങ്ങളിലെ വ്യക്തികളുമായിട്ട് ബന്ധം വന്നു ചേരാനുള്ള സാധ്യതയാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ജന്മങ്ങളിലെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ ലാഭം തരും അല്ലെങ്കിൽ നഷ്ടം തരും. നമ്മൾ എന്താണ് അവരോട് ചെയ്തത് എന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അത് ലാഭമാകാനും നഷ്ടമാകാനും സാധ്യതയുണ്ട്. ആ ദശാകാലങ്ങളാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മം പറയുന്നത്. ആ കർമ്മത്തിനനുസരിച്ചിട്ട് മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. പക്ഷേ പാസ്റ്റ് ലൈഫിലെ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കടം കൊടുക്കാനും അതുപോലെ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താനും പറ്റിയ ഒരു സമയമല്ല ഇത്. കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. നേരത്തെ തന്നെ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അത് തിരിച്ചു കിട്ടാനുള്ളൊരു സമയവും ഈ ഒരു വർഷം വന്നു ചേരുന്നുണ്ട്. ബിസിനസ്സിൽ ആകസ്മികമായിട്ട് ലാഭങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ സമയം വന്നു ചേരുന്നുണ്ട്. നേരത്തെ തന്നെ വിവാഹാലോചനകൾ അന്വേഷിക്കുന്നവർക്ക് വിവാഹത്തിനായി സമയം വന്നു ചേരുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പ്രണയ ബന്ധത്തെ വിവാഹത്തിലേക്ക് മാറ്റുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. പ്രണയവിവാഹങ്ങളൊക്കെ സക്സസ്ഫുള്ളായി തീരാനുള്ള ഒരു വർഷമാണിത്. നേരത്തെ തന്നെ ഹൃദ്രോഗം ഉള്ളവരാണെങ്കിൽ, അതുപോലെ കാൽമുട്ടുകളുടെ ബോൺസിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണുകളെ സംബന്ധിച്ചിട്ട് വായ, പല്ല്, നമ്മുടെ ത്രോട്ടായാലും അതുപോലെ പല്ല് ഒക്കെ ആണെങ്കിലും നേരത്തെ തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അതിനെ ചെറുതായിട്ട് കണക്കാക്കാതെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് അതിനെ ചികിത്സിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത പ്രശ്നമായിരിക്കും അത് കൊണ്ടുതരാൻ പോകുന്നത്. പല്ലിന് വരുന്ന ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ അത് പിന്നീട് കുറച്ച് സീരിയസ് ആയിട്ട് മാറുന്നത് പോലെ കാണുന്നതായിരിക്കും കേതുവിൻ്റെ ഗോചരം പുരോഗമിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ
തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. നേരത്തെ തന്നെ നിങ്ങൾ ഹൃദ്രോഗിയാണെങ്കിൽ, ബ്ലഡ് പ്രഷറിൻ്റെ അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കൂടാതെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ സംബന്ധിച്ചിട്ടുള്ള, യൂട്രസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഗർഭിണികളും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പല നിയമക്കുരുക്കിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. കൃഷിയിലും മറ്റും താല്പര്യം കാണിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വർഷം വളരെ നല്ലതാണ്. ഇത് വലിയ തോതിലാണെങ്കിലും ചെറിയ തോതിലാണെങ്കിലും കൃഷിയിലേക്ക് കടക്കാനൊക്കെ പറ്റിയൊരു സമയം, പറ്റിയൊരു വർഷമാണിത്. പൊതുവെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ലിവർ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. നേരത്തെ തന്നെ കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യം എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2024 ആരോഗ്യം എന്നത് വളരെയധികം കൺസേൺ ആവേണ്ടുന്ന ഒരു സമയമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക്, വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഒരു യോഗവും വന്നു ചേരുന്നുണ്ട്. ഈയൊരു സമയം ചിങ്ങം രാശി, ചിങ്ങം ലഗ്നക്കാർക്ക് ആരാധനകൾ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇവിടെ ഓഫീസ് പൊളിറ്റിക്സ് ആണെങ്കിലും, കർമ്മക്ഷേത്രത്തിലെ തടസ്സങ്ങളാണെങ്കിലും, നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ഒരു റുട്ടീൻ, നമ്മുടെ ഡെയിലി റുട്ടീനാണെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും, അതായത് പല കാര്യങ്ങളിലും വിഘ്നം വരുമ്പോഴും എല്ലാത്തിനും നമുക്കിവിടെ ആരാധനകൾ, നാമജപങ്ങൾ, മന്ത്രജപങ്ങൾ, അമ്പല സന്ദർശനങ്ങളൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സമാധാനം എന്നൊരു കാര്യത്തിന്, പ്രത്യേകിച്ച് കുടുംബത്തിൽ, വിവാഹ ജീവിതത്തിലായാലും സ്വന്തം കുടുംബത്തിലായാലും, ഏത് കുടുംബത്തിൽ നിന്നാണോ വരുന്നത്, ഇവിടെ കുറച്ച് മനസ്സമാധാനം കുറയുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മഫലം ഒരു ആക്റ്റീവായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തം കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഏത് കുടുംബത്തിൽ നിന്നാണോ വരുന്നത്, ആ ജനിച്ച കുടുംബം, അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ശത്രുത നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നതാണ് കാര്യം. മാനസികമായിട്ട് അധികം ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാതെ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇവിടെ കേതു നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കർത്തവ്യങ്ങൾ ചെയ്യുക, പക്ഷേ ഇമോഷണൽ കണക്ഷൻസ് അവിടെ വേണ്ട എന്നത്. ആ ഒരു മമത, ആ ഒരു അടുപ്പം കുടുംബവുമായിട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ ദുഃഖങ്ങൾ കൊണ്ടുതരും. അതുകൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്യുക, കർത്തവ്യങ്ങൾ പാലിക്കുക. ധനപരമായിട്ടുള്ള സപ്പോർട്ടാണെങ്കിലും, നമ്മുടെ പ്രസൻസ് കൊണ്ടുള്ള സപ്പോർട്ടാണെങ്കിലും അത് ചെയ്യേണ്ടുന്ന സമയത്ത് ആവശ്യപ്പെടുമ്പോൾ ചെയ്യുക എന്നതാണ് മുഖ്യം. നമ്മൾ സ്വമേധയാ ചെന്ന് സഹായിക്കുമ്പോൾ പലപ്പോഴും അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ദശാകാലങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും ചില സമയങ്ങളിൽ, സ്വന്തം കുടുംബത്തിനായിട്ട് സമയം ചിലവഴിക്കൂ എന്നത്. ആവശ്യപ്പെടുമ്പോൾ, കുടുംബാംഗങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, അതാണ് ആ 2ാം ഭാവത്തിൽ കേതു പറയുന്നത്. ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കണം. അത് നമ്മൾ ഏത് വിധേനയും നമ്മുടെ ആ റുട്ടീൻ ബ്രേക്ക് ചെയ്യാൻ ഈ കേതുവിന് കഴിയുന്നതാണ്. അതാണ് ആ കന്നിയിലെ കേതുവിൻ്റെ പ്രത്യേകത. ഏത് റുട്ടീനാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത, എവിടെയാണോ നമ്മൾ മുടങ്ങിപ്പോയത്, എന്താണോ നമ്മൾ ചെയ്യാതിരുന്നത്, അത് പൂർത്തിയാക്കിപ്പിച്ചിട്ടാണ് കേതു ഗോചരങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദശാകാലം കൂടി അതുപോലെ വരികയാണെങ്കിലാണ് അത് മുഴുവനായിട്ടും അത് ഫലത്തിൽ വരുന്നത്. അതേപോലെ ദശാകാലങ്ങൾ കൂടുതൽ സപ്പോർട്ടീവ് ആണെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള വേദനകൾ തരില്ല. പക്ഷെ പാപഗ്രഹങ്ങളുടെ ദശ, അന്തർദശ, പ്രത്യന്തർദശകളിലൂടെ കടന്നു പോകുമ്പോൾ, കേതു ഇങ്ങനെ 2ാം ഭാവത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് നമ്മളെ അപ്സെറ്റാക്കും, ഒറ്റപ്പെടുത്തും. നമ്മൾ ചെയ്ത ആ കർമ്മത്തിൻ്റെ ഒരു വില ലഭിക്കില്ല, അംഗീകാരം ലഭിക്കില്ല, അതായത് ഒരു അപ്രീസിയേഷൻ ലഭിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷൻ, പ്രത്യേകിച്ച് ഈ ഒരു വർഷം, ഈ 1.5 വർഷം എന്നത്, അതായത് കേതുവിടെ ഒക്ടോബർ 30 വന്നു കഴിഞ്ഞിരിക്കുന്നു കന്നിയിൽ, ഇനി 2025 മെയ് മാസം വരെയുമുണ്ട്. ഈ സമയങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ആ കുടുംബവും തമ്മിലുള്ള ആ ഒരു ബന്ധം, നിങ്ങളുടെ കർമ്മക്ഷേത്രവും നിങ്ങളുടെ ഡെയിലി റുട്ടീനും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതുപോലെ ആകസ്മികമായി നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ വന്നു ചേരുന്ന ചില സംഭവ വികാസങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു തരത്തിൽ നിങ്ങളുടെ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നൊരു കാര്യവും, നിങ്ങളുടെ റിസോഴ്സസ്, നിങ്ങളുടെ അസറ്റ്സ്, നിങ്ങളുടെ പിതൃസ്വത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും, ജീവിത പങ്കാളി, അവരുടെ വീട്ടുകാർ, ഇവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടാകും.
തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഓരോരുത്തരുടെയും ദശകൾ എങ്ങനെയിരിക്കുന്നു, ഈ ദശാനാഥനുമായിട്ട് ഈ ഗോചരത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. ഇവിടെ തന്നെ ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രങ്ങളിലൂടെയും ഗോചരം ചെയ്യുന്നുണ്ട്. ശനി രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവും വ്യാഴവും എവിടെയിരിക്കുന്നു, അതുപോലെ വ്യാഴം ശുക്രൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും നക്ഷത്രങ്ങളിലൂടെ ഈ വർഷം ഗോചരം ചെയ്യുമ്പോൾ ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയിരിക്കുന്നു, ദശാനാഥനുമായിട്ട് എന്താണ് ബന്ധം, നവാംശത്തിൽ ഇവരുടെ പൊസിഷൻ, ഇതനുസരിച്ചിട്ടാണ് ഫലങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഗോചര ഫലങ്ങൾ എന്നത്, നമ്മൾ വർഷഫലങ്ങൾ പറയുമ്പോൾ അത് വളരെ ജനറലാണ്. നിങ്ങളുടെ ദശാകാലങ്ങളും ഗ്രഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ടാകുന്നത്. ഇത് വളരെ ജനറലായിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ്. അപ്പോൾ ചിങ്ങം ലഗ്നക്കാരോട്, ചിങ്ങം രാശിക്കാരോട് പറയാനുള്ളത്, കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഇത്. പൊതുവെ നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡാണ്, മോറൽ വാല്യൂസ് ഉള്ളവരാണ്, എത്തിക്സ് ഉള്ളവരാണ്, ധൈര്യമുള്ളവരാണ്. എന്നിരുന്നാലും ഈ ഒരു വർഷം എന്നത് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവശ്യപ്പെടും. ആ ഡിസിപ്ലിൻ എന്നത് നിങ്ങളുടെ ഒരു ഫോർമാറ്റിനനുസരിച്ചിട്ടുള്ളതായിരിക്കില്ല, നിങ്ങളുടെ ഒരു ഡെഫിനേഷനിലുള്ള ഡിസിപ്ലിൻ ആയിരിക്കില്ല, മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിനും മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നീങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചസ് കൊണ്ടുതരുന്നത് തന്നെയാണ്. കാരണം സൂര്യൻ്റെ രാശിയാണ് ചിങ്ങം എന്നത്. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ ഈഗോയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ നോക്കും. കേതുവും അതിനായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അഷ്ടമത്തിലിരിക്കുന്ന രാഹുവും അഷ്ടമത്തിൻ്റെ പ്രത്യേകതകളായ ആകസ്മികത കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് തന്നെയാണ്. ഞാനല്ല ചെയ്യുന്നത് എന്നതും, അതായത് നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണെന്നതും. അപ്പോൾ ഇതെല്ലാം ഒരു മായയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമാണ്. അതിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അവരവരുടേതായിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. സ്ട്രിക്റ്റ് ആവേണ്ടിടത്ത് സ്ട്രിക്റ്റ് ആവുന്നു, പറയേണ്ടിടത്ത് പറയുന്നു, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ, അതേസമയം ഭഗവത് സ്മരണ സദാസമയവും ഉണ്ടാവുകയും നാമജപങ്ങൾ നിരന്തരം ചെയ്യുകയും ചെയ്യുമ്പോൾ അർത്ഥവത്തായി തീരും ഈ ഒരു വർഷവും. അപ്പോൾ ഇതാണ് ചിങ്ങം രാശി, ചിങ്ങം ലഗ്നക്കാരോട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.